പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ കേരളത്തിലേക്കുള്ള വിമാനയാത്ര തടസ്സപ്പെടുത്തിയ സംഭവത്തിൽ നടപടി ഉണ്ടായിരിക്കുകയാണ്. കേരള ഹൌസിലെ പ്രോട്ടോകോൾ ഓഫീസർ ആർ ശ്രീകുമാറിനെ സസ്പെൻഡ് ചെയ്തു. ശ്രീകുമാറിന് വീഴ്ച സംഭവിച്ചതായി അഡീഷണൽ റെസിഡന്റ് കമ്മീഷണറുടെ റിപ്പോർട്ടിലാണ് പറയുന്നത്. അശ്വതി ശ്രീനിവാസനാണ് അസിസ്റ്റന്റ് റെസിഡന്റ് കമ്മീഷണർ. കഴിഞ്ഞ ദിവസം അവർ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ നടപടിയും വരുന്നത്. പ്രോട്ടോകോൾ ഓഫീസറും വിമാന കമ്പനി അധികൃതരും തമ്മിലുള്ള ആശയവിനിമയത്തിലെ വീഴ്ചയാണ് പ്രതിപക്ഷ നേതാവിന്റെ യാത്ര മുടങ്ങാൻ കാരണമെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിക്കഴിഞ്ഞു. ഇതിന് പിന്നാലെയാണ് നടപടി. ശനിയാഴ്ചയാണ് CPM PB യോഗത്തിന് ശേഷം കേരളത്തിലേക്ക് മടങ്ങവേ പിണറായിക്ക് ഡൽഹിയിൽ നിന്ന് കോഴിക്കോടേക്കുള്ള ഇൻഡിഗോ വിമാനത്തിലെ യാത്ര മുടങ്ങിയത്. ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ 2ാം ടെർമിനലിൽ നിന്ന് ഉച്ചയ്ക്ക് 2:50 വിമാനം. VIP ലോഞ്ചിൽ വിശ്രമിക്കുകയായിരുന്ന പിണറായിയും സെക്രട്ടറിയും വിമാനം പുറപ്പെടാൻ തയ്യാറെടുക്കുന്ന വിവരം അവസാന നിമിഷമാണ് അറിഞ്ഞത്. ഇരുവരും ബോർഡിംഗ് ഗേറ്റിൽ എത്തിയപ്പോഴേക്കും വിമാനം പുറപ്പെട്ടിരുന്നു. പിണറായി എത്തിയ വിവരം പ്രോട്ടോകോൾ വിഭാഗം ഇൻഡിഗോയെ അറിയിച്ചിരുന്നു. പക്ഷേ വിമാനം പുറപ്പെടുന്ന വിവരം പിണറായിയെ വിമാന കമ്പനി പ്രതിനിധി അറിയിച്ചില്ല. ഗവർണർ, മുഖ്യമന്ത്രി തുടങ്ങിയവർ ലോഞ്ചിലുള്ളപ്പോൾ അറിയിക്കാറുണ്ട് സാധാരണ. എന്നാൽ പ്രതിപക്ഷ നേതാവിന് സ്വകാര്യ കമ്പനിയായ ഇൻഡിഗോ ആ സേവനം നൽകാത്തതിനാലാണ് അനൗൺസ്മെന്റ് മാത്രമാണ് നടത്തിയത്. അനൗൺസ്മെന്റ് കേട്ട് ഒപ്പമുണ്ടായിരുന്നവർ അദ്ദേഹത്തെ ബോർഡിംഗ് ഗേറ്റിൽ എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും സമയം കഴിഞ്ഞിരുന്നു. തുടർന്ന് പിണറായി വൈകിട്ട് 7:15 കണ്ണൂർ വിമാനത്തിലാണ് മടങ്ങിയത്. പിണറായിക്കൊപ്പം വിമാനത്താവളത്തിൽ ഉണ്ടായിരുന്ന പ്രോട്ടോകോൾ ഓഫീസർ യഥാസമയം ഇടപെടാത്തത് വീഴ്ചയാണെന്നാണ് വിലയിരുത്തൽ. സംഭവത്തിൽ അന്വേഷണം നടത്തി നടപടിയെടുക്കാൻ മുഖ്യമന്ത്രി VD സതീശൻ കഴിഞ്ഞ ദിവസം നിർദ്ദേശം നൽകിയിരുന്നു. കേരള ഹൌസ് പ്രോട്ടോകോൾ വിഭാഗത്തോട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിശദീകരണവും തേടിയിട്ടുണ്ട്. എന്നാൽ സംഭവത്തിൽ കേരള ഹൌസ് പ്രോട്ടോകോൾ ഓഫീസർക്ക് നടപടി വേണ്ടെന്ന നിലപാടിലായിരുന്നു പിണറായി വിജയൻ. അതായത് ഇത് പിണറായി വിജയൻ ആയതുകൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പവർ കണ്ടിട്ടോ ഭയന്നിട്ടോ അല്ല. ഈ പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ ഒരു MLA എന്നത് ആരും സ്വയമേ ഏറ്റുവാങ്ങുന്ന ഒന്നല്ല. അത് തീർച്ചയായിട്ടും ജനങ്ങൾ കൊടുക്കുന്ന പദവി തന്നെയാണ്. ആ പദവി തന്നെയാണ്, ആ പദവിക്ക് കൊടുക്കേണ്ട മര്യാദ അല്ലെങ്കിൽ ബഹുമാനം തന്നെയാണ്. അത് ചെയ്യാതെ പോയത് കൊണ്ടാണ് ഈ നടപടി എന്നത് വ്യക്തമാകുന്ന സാഹചര്യമാണ്. എന്തായാലും കഴിഞ്ഞ ദിവസത്തെ അശ്വതി ശ്രീനിവാസന്റെ പ്രതികരണം കേൾക്കാം. ഇന്നലെ നടന്ന അൺഫോർച്ചുനേറ്റ് ഇൻസിഡന്റ് സംബന്ധിച്ച് ഇന്ന് മീറ്റിംഗ് നടത്തിയിരുന്നു. അതിൽ ഇൻവോൾവ് ആയ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ എക്സ്പ്ലനേഷൻസ് നമ്മൾ എടുത്തിട്ടുണ്ട്. പ്രിലിമിനറി എൻക്വയറി വെച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് പ്രോട്ടോകോളിന്റെ സൈഡിൽ നിന്ന് ഒരു ലാപ്സ് ഉണ്ടായി എന്നുള്ളത് തന്നെയാണ്. ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ലാപ്സ് ഉണ്ടാകുന്നത്. എന്നിരുന്നാലും വളരെ ഗൗരവമായിട്ട് തന്നെയാണ് നമ്മൾ ഇതിനെ കാണുന്നത്. സോ നെസസറി ഡിസിപ്ലിനറി ആക്ഷൻ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്യുന്നതായിരിക്കും. And we will take all the necessary steps to make sure that idupolathe lapses will never recur from any staff or side of Kerala House anymore. ഒരു കമ്മ്യൂണിക്കേഷൻ ലാപ്സ് ആണ് ഉണ്ടായത് ബിറ്റ്വീൻ പ്രോട്ടോകോൾ ടീം ആൻഡ് ഇൻഡിഗോ ടീം ആൻഡ് GMR ഉണ്ടാവേണ്ട ഒരു യൂഷ്വലി വളരെ സീംലെസ് ആയിട്ടാണ് കമ്മ്യൂണിക്കേഷൻ നടക്കാറ്. അതിനകത്ത് ഇപ്രാവശ്യം ഒരു ചെറിയ ലാപ്സ് സംഭവിച്ചിരിക്കുന്നു. അതെ, നമ്മളെപ്പോഴും ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തതിനു ശേഷം മാത്രമാണ് പ്രോട്ടോകോൾ ടീം തിരിച്ചു വരുന്നത്. അതുവരെ എവറി ടൈം അല്ലല്ല, ഇന്നലെ അങ്ങനെ തന്നെയായിരുന്നു. ആ കാര്യങ്ങളിലൊന്നും ഒരു പ്രശ്നം ഉണ്ടായില്ല. ഈ ഒരു ഇൻഡിഗോ ആയിട്ടും GMR ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ ഒരു ലാപ്സ് വന്നുപോയി. അങ്ങനെയാണ് ഈ അൺഫോർച്ചുനേറ്റ് ഇൻസിഡന്റ് ഉണ്ടായത്. നമ്മൾ ഇവിടുന്ന് അറിയിച്ചിരുന്നു. പക്ഷേ പ്രോട്ടോകോൾ ടീമിൽ നിന്ന് ഇപ്പൊ എനിക്ക് കിട്ടിയ എക്സ്പ്ലനേഷൻ അനുസരിച്ച് അവർ മെയിൽസും എല്ലാം കാണിച്ചിരുന്നു. ദി ഇൻഫർമേഷൻ ഹാഡ് ഗോൺ. പക്ഷെ ആ ഒരു അക്നോളജ്മെന്റ് ഫ്രം ഇൻഡിഗോ സൈഡ് കിട്ടിയില്ലായിരുന്നു. ആൻഡ് ദാറ്റ് ഷുഡ് ഹാവ് ബീൻ വർക്ക്ഡ് അപ്പോൺ. അവിടെയാണ് ഒരു ലാപ്സ് വന്നിരിക്കുന്നത്. മിസ്കമ്മ്യൂണിക്കേഷൻ രണ്ട് സൈഡിൽ നിന്നുമാണല്ലോ ഉണ്ടാവുക. സോ ഫ്രം പ്രോട്ടോകോൾ സൈഡ് ആസ് വെൽ ആസ് ഫ്രം ഇൻഡിഗോ GMR സൈഡ് രണ്ട് സൈഡിൽ നിന്നും ഒരു കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂ ഉണ്ടായി. ഇൻഡിഗോയോട് നമ്മൾ ഇന്നലെ ഓൾറെഡി സംസാരിച്ചിരുന്നു. ആൻഡ് നൗ വി ആർ എസ്കലേറ്റിംഗ് ദ മാറ്റർ ടു ദ കോർപ്പറേറ്റ് ഹെഡ് ഓൾസോ. സോ അതിനിപ്പം ടുമോറോ മൺഡേ തൊട്ടേ നമുക്ക് അതിലേക്ക് ആക്ട് ചെയ്യാൻ കഴിയും.